നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ഇടുക്കി ബൈസൺ വാലിയിൽ ജനവാസ മേഖലയിൽ പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. മാലിന്യം നിക്ഷേപിക്കുന്നത് ഉപ്പാർ തോടിനോട് ചേർന്നുള്ള പ്രദേശത്ത്. കുടിവെള്ളത്തിൽ വരെ മാലിന്യം കലരുന്നതായി നാട്ടുകാർ. പാലക്കാട് തൃത്താലയിൽ മണ്ണെടുപ്പ് വ്യാപകം. ഹൈവേ നിർമ്മാണത്തിന്റെ മറവിൽ കുന്നുകൾ വ്യാപകമായി ഇടിച്ചു നിരത്തുന്നതായി പരാതി. മണ്ണെടുപ്പ് അനുമതിയോടെയെന്ന കമ്പനി അധികൃതർ. കോന്നി ഇളകൊള്ളൂർ ഭാഗത്ത് സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അശാസ്ത്രീയ റോഡ് നിർമ്മാണവും വീതിയില്ലാത്തതും അപകട കാരണമെന്ന് നാട്ടുകാർ. ദിശാ ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ല. പരീക്ഷാകാലത്തും പരിഹാരമില്ല. തുടർച്ചയായുള്ള വൈദ്യുതി മുടക്കത്തിനെതിരെ അടിമാലി കുരങ്ങാട്ടിയിലെ യുവാക്കൾ. സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്ത് പ്രതിഷേധം. കളിയാട്ട മഹോത്സവത്തിൽ കെട്ടിയാടി പടക്കത്തി ഭഗവതി. ഗുളികൻ ദൈവവും അരങ്ങിൽ. തെയ്യക്കോലങ്ങളെ വണങ്ങി ആയിരങ്ങൾ. വിശദമായി കടക്കാം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം. പുനരധിവാസത്തിനായുള്ള ഫണ്ട് നൽകുന്നതിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാത്തതിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും സമയപരിധിയിൽ വ്യക്തത വരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. രൂക്ഷ വിമർശനമാണല്ലോ CN പ്രകാശ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കേന്ദ്രത്തിന് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിച്ചത്? തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള ഫണ്ട് മാർച്ച് 31 നൽകാൻ കഴിയുമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചു. ഫണ്ട് നൽകുന്നതിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാത്തതിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. യഥാസമയം സത്യവാങ്മൂലം നൽകാത്തതിന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകരുടെ ക്ഷുഭിതരായി ഡിവിഷൻ ബെഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. കണക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും സമയപരിധിയിൽ വ്യക്തത വരുത്തണമെന്നും കേന്ദ്രത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥൻ കോടതിയുടെ മുകളിലാണോ എന്ന് കരുതുന്നതെന്നും ചോദ്യമുണ്ടായി. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥനെ അടുത്ത ഫ്ലൈറ്റിൽ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നും കോടതി പറഞ്ഞു. തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര സർക്കാരിന് കർശന നിർദ്ദേശം നൽകി. വായ്പ എഴുതി തള്ളുന്നതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും കേന്ദ്ര സർക്കാരാണെന്നും ഹൈക്കോടതി പറഞ്ഞു. ചില ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങി. ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത് കേന്ദ്രമാണെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കാൻ ഡിസംബർ 31 വരെ സമയം നൽകി തീരുമാനമെടുത്തെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പുനരധിവാസത്തിനായുള്ള ഫണ്ട് നൽകുന്നതിൽ വ്യക്തത വരുത്തണം. മാർച്ച് 31 തന്നെ നൽകാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ സത്യവാങ്മൂലം നൽകണമെന്നാണ് കേന്ദ്രത്തോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഇടുക്കി ബൈസൺ വാലിയിൽ ജനവാസ മേഖലയിൽ പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. മുതിരപ്പുഴയാറിന്റെ കൈവഴിയായ ഉപ്പാർ തോടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. കുടിവെള്ളത്തിൽ വരെ മാലിന്യം കലരുന്നെന്ന ആരോപണം ഉന്നയിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. 150ഓളം വീടുകളും അംഗനവാടിയും സ്ഥിതി ചെയ്യുന്ന മേഖലയായ ബൈസൺ വാലി ടീ കമ്പനി മൃഗാശുപത്രി പടിയിലാണ് പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത്. മുതിരപ്പുഴയുടെ പ്രധാന കൈവഴിയായ ഉപ്പാർത്തോട് സമീപത്തു കൂടിയാണ് ഒഴുകുന്നത്. ചെറിയ മഴയിൽ പോലും മാലിന്യം ഒഴുകി പുഴയിൽ കലരുകയും സമീപത്ത് കുടിവെള്ള ആവശ്യത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയിൽ കലരുകയും ചെയ്യും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും അടക്കമുള്ള മാലിന്യങ്ങളും മേഖലയിൽ കുന്നുകൂടിയ അവസ്ഥയിലാണ്. അനധികൃതമായിട്ട് ബസ് വേസ്റ്റുകൾ ഇവിടെ വലിച്ചെറിഞ്ഞ് ആളുകൾക്ക് ദൂഷ്യം ഉണ്ടാക്കുന്നു. പല വാർഡിൽ നിന്നുള്ള വേസ്റ്റുകളാണ്, 13 വാർഡിൽ നിന്നുള്ള വേസ്റ്റുകളും ഇവിടെ കൊണ്ടുവന്ന് ശേഖരിക്കുകയാണ്. ഇത് ആഴ്ചകളോളം മാസങ്ങളോളം ഇത് എടുത്തുകൊണ്ട് പോകാതെ പഞ്ചായത്ത് ഇതിനെ സംരക്ഷിച്ച് ആൾക്കാർക്ക് സംരക്ഷണം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടില് വെള്ളക്ഷാമമുള്ള ഏരിയയാണ്. ഈ പ്രദേശത്ത് എട്ടൂർ, കുയിൽമല, ടീ കമ്പനി ഇങ്ങനെ 3-4 പ്രദേശത്തിലുള്ള മൊത്തം ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു തോടാണിത്. ആ തോടിനെയാണ് ഈ രീതിയിൽ മാലിന്യമുക്തമായിട്ട് ആക്കിയിട്ടേക്കുന്നത്. പ്രദേശവാസി സമീപ പ്രദേശങ്ങളിലെ റിസോർട്ടുകളിൽ നിന്നും മാലിന്യം ഇവിടെ നിക്ഷേപിക്കാറുണ്ട്. ഭക്ഷണാവശിഷ്ടങ്ങൾ കിടക്കുന്നതിനാൽ തെരുവുനായ ശല്യവും രൂക്ഷമാണ്. എല്ലാവരോടും പറഞ്ഞു, പഞ്ചായത്ത് വാർഡ് മെമ്പറോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ല. യാതൊരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല. പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത് പോകുമ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് ദേഷ്യപ്പെടുന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യത്തിന് തീയിടാറുണ്ട്. പുകയും വൻ ദുർഗന്ധവും നിറഞ്ഞ പകർച്ചവ്യാധി ഭീഷണിയും ഇവിടെ പതിവാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ 6 ആണ്ടോ കൊണ്ടുവന്ന്
തീ വെച്ചു പോയി. അത് ഞങ്ങളുടെ ആൾക്കാർ ആരുമല്ല, ആരുടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് വേസ്റ്റുള്ള കിടക്കുന്നത് കത്തിച്ചു പോയി. പക്ഷെ ഇവിടുത്തെ ഈ പുക കാരണം കൊണ്ട് ഇവിടെ ആൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല. കുഞ്ഞിപ്പിള്ളേരൊക്കെ താമസിക്കുന്ന സ്ഥലമല്ലേ. നിലവിൽ മാലിന്യം ശേഖരിക്കുന്നതിനായി സംസ്കരണ കേന്ദ്രവും പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നുണ്ട്. അതിനായുള്ള പ്രവർത്തനവും ആരംഭിച്ചു. ഇനി ഒരു കാരണവശാലും ഇവിടെ മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല. ഈ കിടക്കുന്ന മാലിന്യം 10-15 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് അധികാരികൾ വന്ന് ഇത് ഇവിടുന്ന് മാറ്റിത്തരണം. അങ്ങനെ മാറ്റാൻ പറ്റാത്ത സാഹചര്യം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പഞ്ചായത്തിലേക്ക് സമരപരിപാടികളായിട്ടും ഉപരോധമായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകും. മാലിന്യ നിക്ഷേപവും സംസ്കരണവും ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിന്യം പൂർണ്ണമായും മാറ്റിയില്ലെങ്കിൽ പഞ്ചായത്ത് ഉപരോധമടക്കമുള്ള സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തൃത്താലയിൽ കുന്നുകൾ ഓരോന്നായി ഇല്ലാതാകുന്നതിൽ ആശങ്ക. വികസനത്തിന്റെ പേരിൽ അനുമതിയുടെ മറവിൽ കുന്നുകൾ വ്യാപകമായി ഇടിച്ചു നിരത്തുകയാണെന്നാണ് പരാതി. കപ്പൂർ പഞ്ചായത്തിലെ കൊഴിക്കര മൈലാടിക്കുന്ന് പ്രദേശത്തെ കുന്നിടിക്കലിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഹൈവേ നിർമ്മാണത്തിനും മറ്റുള്ള വികസനത്തിനുമായി പാലക്കാട് തൃത്താലയിൽ ഒരു നാട് തന്നെ ഇല്ലാതാവുകയാണെന്നാണ് ആരോപണം. മണ്ഡലത്തിലെ കപ്പൂർ പഞ്ചായത്തിൽ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടന്നിരുന്ന മൈലാടിക്കുന്നിന്റെ പകുതിയിലേറെ ഭാഗവും ഇടിച്ചു നിരത്തി. പ്രദേശവാസിയായ പാലപ്പുറത്ത് ശാരദയുടെ വീടിനോട് ചേർന്ന് വെറും 5 മീറ്റർ ദൂരത്തിൽ നിന്നാണ് മണ്ണെടുത്തിരിക്കുന്നത്. ഇതോടെ കുടുംബം വലിയ ഭീതിയിലാണ്. ഞങ്ങൾക്ക് ദുരിതം തന്നെ. മണ്ണെടുത്ത് പോയപ്പോൾ ഞങ്ങളുടെ മക്കളൊക്കെ ജീവിക്കണില്ലേ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതന്നെ ഞങ്ങൾ പറയുള്ളൂ. ഞങ്ങളോട് മുണ്ടാട്ടൊക്കെ ആയി ആൾക്കാർ ഞങ്ങൾ മുടക്കിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് 2022 മുതലാണ് മൈലാടിക്കുന്ന് ഇടിച്ചു നിരത്താൻ തുടങ്ങിയത്. അശാസ്ത്രീയവും അപകടകരവുമായ രീതിയിലാണ് മണ്ണെടുപ്പ് നടത്തിയിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് ഇവിടെ മണ്ണെടുക്കുന്നത് ആരും തടസ്സമില്ല, മണ്ണ് അവരെടുത്തോട്ടെ. പക്ഷെ അതിനൊരു നിയമമൊക്കെ ഉണ്ട്. ജിയോളജി വകുപ്പ് വന്നിട്ട് അത് പരിശോധിക്കണം. അത് ഈ ബഞ്ച് കട്ടിങ് എല്ലായിടത്തും ഇട്ടില്ല. ഈ ബഞ്ച് കട്ടിങ് ഉണ്ടെങ്കിൽ തന്നെ അത് ഇടിഞ്ഞു പോകണതാണ്. പക്ഷേ എന്നാലും ആ നിയമം അവർ നോക്കണ്ടേ? അത് ജിയോളജി വകുപ്പ് വന്ന് നോക്കുന്നില്ല. പിന്നെ പാസ്സില്ലാതെയാണ് ഈ മണ്ണ് അടിക്കുന്നത്. മണ്ണ് ഇവിടുന്ന് മാന്തി കൊണ്ടുപോയി പാസ്സില്ലാതെ എത്ര അടിച്ചിട്ടുണ്ടെന്നറിയാം. പാസ്സില്ലാതെയാണ് മിക്കവാറും അടിച്ചു പോണത്. കഴിഞ്ഞ മഴയിൽ മണ്ണ് മാന്തിയ ഭാഗം ഇടിഞ്ഞു വീണിരുന്നു. ശക്തമായൊരു മഴ പെയ്താൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന ഭീതിയും നാട്ടുകാർക്കുണ്ട്. പാസില്ലാതെ മണ്ണ് കടത്തുന്നുണ്ടെന്നും പ്രദേശത്തെ റോഡുകൾ തകർന്ന് തരിപ്പണമായെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണ്ണ് കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ലോറി തടഞ്ഞ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന മൈലാടിക്കുന്ന് പ്രദേശം ഉൾപ്പെടെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടെന്നും വിഷയത്തിൽ അനുകൂലമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്നും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ എല്ലാവിധ അനുമതിയോടും കൂടിയാണ് മണ്ണെടുപ്പ് തുടരുന്നതെന്നാണ് കമ്പനി അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 പാലക്കാട്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി ഇളകൊള്ളൂർ ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അശാസ്ത്രീയ റോഡ് നിർമ്മാണവും റോഡിന് വീതിയില്ലാത്തതുമാണ് അപകടങ്ങൾക്ക് കാരണം. റോഡിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമി ചില സ്വകാര്യ വ്യക്തികൾ വിട്ടു നൽകാത്തതാണ് റോഡ് നിർമ്മാണത്തിലെ അപാകതയ്ക്കും അപകടങ്ങൾക്കും കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. കോന്നി മുതൽ കുമ്പഴ വരെയുള്ള ഭാഗങ്ങളിലാണ് അപകടങ്ങൾ തുടർക്കഥയാവുന്നത്. വലിയ വളവുകളും റോഡിന് വീതിയില്ലാത്തതുമാണ് സ്ഥിരമായുള്ള അപകടങ്ങൾക്ക് കാരണം. റോഡിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമി സ്വകാര്യ വ്യക്തികൾ വിട്ടു നൽകാത്തതിനാൽ റോഡിൻ്റെ പല ഭാഗങ്ങളും വീതി കുറഞ്ഞ സ്ഥിതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതും അപകടത്തിന് കാരണമാകുന്നു. ഇവിടുത്തെ ഈ വിഷൻ കാണത്തക്ക രീതിയിൽ, അതായത് അവിടുന്ന് വരുന്ന വാഹനങ്ങൾ കൃത്യമായിട്ട് അങ്ങ് താഴെ അറ്റത്തുനിന്ന് വരുന്ന വാഹനങ്ങളെ കാണത്തക്ക രീതിയിലൊരു ക്രമീകരണമാണ് ഈ റോഡ് ശാസ്ത്രീയമായിട്ട് കല്ലിട്ടവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ നിന്ന് വരുന്ന വാഹനങ്ങൾ അവിടെ ക്രോസ് ചെയ്യാനാണ്, സ്കൂൾ കുട്ടികൾക്ക് ക്രോസ് ചെയ്യുമ്പോഴായാലും താഴെ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണത്തക്ക രീതിയിലായിരുന്നു. ഇളകള്ളൂർ സ്കൂൾ ജംഗ്ഷൻ ഭാഗത്താണ് വാഹനങ്ങൾ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണവും വലിയ വളവുകൾ കാഴ്ചമറയ്ക്കുന്നതുമാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണം. എല്ലാ അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്. ഒരു അത്യാസന്ന നിലയിൽ കിടക്കുന്ന 2 പേരും ഉണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ. പിന്നെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു വന്നാലും ഈ KSTP ആണ് ഞങ്ങൾക്ക് ഇതിനെല്ലാം കൂടെ ഒരു ദോഷം ചെയ്തു വെച്ചേക്കുന്നത്.
ശരിയായ സിഗ്നലുകളോ ദിശാ ബോർഡുകളോ അപകടമുണ്ടാക്കുന്ന മേഖലകളിൽ സ്ഥാപിക്കാത്തതിനാൽ സ്കൂൾ കുട്ടികളും കാൽനടയാത്രക്കാരും അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. റോഡിൻ്റെ പല സ്ഥലങ്ങളിലും നടപ്പാത പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. നേരെ റോഡിൽ വരുന്ന ഭയങ്കര സ്പീഡിൽ വരുന്ന ഈ ഹൈവേ ആയതുകൊണ്ട് അപ്പോൾ അവരുടെ ഇങ്ങോട്ടുള്ള കാഴ്ചകൾ മറയ്ക്കപ്പെടുന്നുണ്ട്. ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് 3 മീറ്ററോളം തള്ളിയാണ് ഇവിടെ നിൽക്കുന്നത്. അത് ഈ റോഡ് പണിയുടെ അശാസ്ത്രീയമായ കാരണമോ അല്ലെങ്കിൽ പ്രധാനമായിട്ട് അത് തന്നെയുണ്ട്. ഒരുപാട് സ്ഥലത്തും അശാസ്ത്രീയമായ തന്നെയാണ് റോഡ് ചെയ്തേക്കുന്നത്. സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരിക്കുന്ന റോഡിനായി വിട്ടു നൽകിയ ഭൂമി ഏറ്റെടുത്ത് റോഡിൻ്റെ അപാകതകൾ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. തുടർച്ചയായുള്ള വൈദ്യുതി മുടക്കത്തിനെതിരെ ഗ്രാമവാസികളുടെ വേറിട്ട പ്രതിഷേധം. അടിമാലി പഞ്ചായത്തിലെ കുരങ്ങാട്ടിയിലാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വീടുകളിൽ വിതരണം ചെയ്തും റോഡ് വക്കിൽ മെഴുകുതിരി കത്തിച്ചും വ്യത്യസ്ത പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കുരങ്ങാട്ടി ഗ്രാമത്തിൽ വൈദ്യുതി മുടക്കം പതിവാണ്. നാട്ടുകാരും പൊതുപ്രവർത്തകരും വൈദ്യുതി ബോർഡുമായി ഇക്കാര്യങ്ങൾ പലതവണ സംസാരിച്ചെങ്കിലും വൈദ്യുതി മുടക്കത്തിന് പരിഹാരമുണ്ടായില്ല. സ്കൂൾ വർഷം അവസാനിക്കാനിരിക്കെ പരീക്ഷകൾ തുടരുന്ന സമയമായിട്ടും വൈദ്യുതി വകുപ്പ് പരിഹാരം കാണാത്തതിനെ തുടർന്ന് പ്രദേശത്തെ യുവാക്കളുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ പ്രതിഷേധം നടന്നത്. ഏകദേശം 1.5 വർഷമായിട്ട് കുരങ്ങാട്ടിലെ ജനങ്ങൾ കറണ്ട് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് അടിമാലി ടൗൺ ഫീഡറിൽ നിന്നായിരുന്നു കുരങ്ങാട്ടിക്ക് കറണ്ട് വന്നുകൊണ്ടിരുന്നത്. അത് മാങ്കുളം ലൈനുമായിട്ട് ബന്ധിപ്പിച്ച അന്ന് മുതൽ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഇവിടെ വൈദ്യുതി മുടങ്ങാതെ കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞ് വൈദ്യുതി പോയി കഴിഞ്ഞാൽ 6-7 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വരും, പിന്നെ പോകും, പിന്നെയും വരും. അങ്ങനെ ഒരു ദിവസം 40-50 തവണയൊക്കെ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം കുരങ്ങാട്ടിലുണ്ട്. ഇതിൽ മടുത്ത് സഹി കേട്ടിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഒരു 1.5 വർഷം മുമ്പ് ഒരു പരാതി കൊടുത്താൽ ഞങ്ങളെ കൂട്ടം നാട്ടുകാരെ മുഴുവൻ പൊട്ടന്മാരാക്കിക്കൊണ്ട് അവർ ഈ നയം തന്നെ സ്വീകരിച്ചു വരിക. കുരങ്ങാട്ടിയിലെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തും റോഡ് വക്കിൽ 100 കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചുമാണ് ഇവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ അടിക്കടിയുള്ള വൈദ്യുതി മുടക്കം റേഷൻ കടയുടെ പ്രവർത്തനം ഉൾപ്പെടെ ജനജീവിതം ദുരിതപൂർണമാക്കുകയാണെന്നും വൈദ്യുതി വകുപ്പ് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങൾക്കൊപ്പം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും സമരക്കാർ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. വടക്കൻ കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യക്കോലമാണ് പടക്കത്തി ഭഗവതി. ഒരു പതിറ്റാണ്ടിനു ശേഷം കാസർഗോഡ് നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് അരങ്ങിലെത്തിയ തെയ്യക്കോലത്തെ വണങ്ങാൻ ആയിരങ്ങളാണ് എത്തിയത്. അർദ്ധപുരുഷ സങ്കല്പത്തിലുള്ള ശിവപുത്രിയായ മരക്കര ദേവതയാണ് പടക്കത്തി ഭഗവതി. ദുഷ്പ്രഭുക്കളായ അസുരന്മാരെ കൊന്നൊടുക്കാൻ പുറപ്പെട്ട തന്റെ ശിഷ്യൻ കൂടിയായ പരശുരാമനെ സഹായിക്കാൻ വേണ്ടി പരമേശ്വരൻ സൃഷ്ടിച്ചുവെന്നാണ് ഐതിഹ്യം. അസുരനെ വധിക്കാനായി പരശുരാമനോടൊപ്പം പടക്കെത്തിയ ദേവി ആയതിനാലാണ് പടക്കത്തി ഭഗവതി എന്ന പേര് ലഭിച്ചത്. വടക്കൻ മലബാറിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് പടക്കത്തി ഭഗവതി. 10 വർഷങ്ങൾക്ക് ശേഷം നടന്ന നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് ധർമ്മദൈവമായ പടക്കത്തി ദേവി അരങ്ങിലെത്തിയത്. ഉലക്കയും മുറവും തളവും ചൂലും ചാണകക്കലവും കൈകളിലേന്തി താടിയും മീശയും വെച്ച് അർദ്ധപുരുഷ രൂപിണിയായ ദേവത വടക്കോട്ട് തിരിഞ്ഞ് പുറപ്പെട്ടതിനാൽ വടക്കത്തി ഭഗവതി എന്ന പേരിലും അറിയപ്പെടുന്നു. പടക്കത്തി ഭഗവതിയോടൊപ്പം ഗുളികൻ ദൈവവും അരങ്ങിലെത്തി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നിരവധി തെയ്യങ്ങൾ കെട്ടിയാടി. ന്യൂസ് 18 കാസർഗോഡ്. ശരണം വിളികളോടെ സന്നിധാനത്തേക്ക് പോകാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഒരു കൂട്ടം അമ്മമാർ. വർഷങ്ങളായി ശബരിമലയിൽ പോകണമെന്ന ആഗ്രഹമാണ് ഹരിവരാസന ചാരിറ്റബിൾ ട്രസ്റ്റ് സാധിച്ചു നൽകിയത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും 17 വയോധികർക്കാണ് സൗജന്യ ശബരിമല യാത്ര ഒരുക്കിയത്.
ശബരിമല ദർശനത്തിന് ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് സൗജന്യ യാത്രയും ഭക്ഷണവും നൽകി സുഗമമായ ദർശനം നടത്തി തിരികെ എത്തിക്കുകയാണ് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ്. 6 മാസത്തോളമായി നടന്നുവരുന്ന പദ്ധതിക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ശബരിമലയിൽ ദർശനം നടത്താൻ മനസ്സിലാഗ്രഹിക്കുന്ന നമ്മുടെ അമ്മമാർ ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ പോകാൻ അസൗകര്യമുള്ളവരെ സംഘടിപ്പിച്ച് അവരുടെ മനസ്സിന്റെ സന്തോഷത്തിനു വേണ്ടിയും ഭക്തിയുടെ നിർഭരമായ ഒരു സന്തോഷത്തിനു വേണ്ടിയും സംഘടിപ്പിച്ച് വേണ്ട പ്രചോദനം കൊടുത്ത് ഒരു വലിയ വാഹനം അറേഞ്ച് ചെയ്ത് എല്ലാ ഭക്ഷണ സാധനങ്ങളും ബ്രേക്ക്ഫാസ്റ്റും അവിടെ ലഞ്ചും തുടർന്നുള്ള കാര്യങ്ങളും എല്ലാം ഏർപ്പാടാക്കി ശബരിമലയിൽ പൂർണ്ണമായും നല്ല രീതിയിലുള്ള ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ മലയാള മാസവും നട തുറക്കുന്ന ദിവസങ്ങളിൽ സംഘം പുറപ്പെടും. കൊട്ടാരക്കരയിൽ നിന്ന് 2ാം തവണയാണ് ഹരിവരാസനം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശബരിമലയിലേക്ക് വാഹനം പോകുന്നത്. പദ്ധതി വിജയമായതോടെ നിരവധി പേരാണ് താൽപര്യമറിയിച്ചെത്തുന്നതെന്ന് ഭാരവാഹികൾ പറയുന്നു. ഇതുവരെ ഒരു വിഘ്നവും ഭഗവാൻ ഇതാക്കിയിട്ടില്ല. അതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഈ അമ്മമാരുടെ കൂടെ നിൽക്കുന്ന കാണുമ്പം തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. എല്ലാ മാസവും ഇതുപോലെ കൊണ്ടുപോകാൻ സർവേശ്വരനെ അയ്യപ്പൻ സഹായിക്കട്ടെ, ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്വാമി ശരണം അയ്യപ്പ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ചും തേങ്ങ ഉടച്ചതിനു ശേഷവുമാണ് സംഘം യാത്ര തിരിച്ചത്. ഒരുപാട് കാലം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിരിക്കും അയ്യപ്പ സ്വാമിയെ കാണണമെന്ന്. മക്കളൊക്കെ എല്ലാ വർഷവും പോവുകയും മാസം തോറും ഒക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നവരാ കൂട്ടത്തിലുള്ളവർ. എനിക്ക് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. ഈ പ്രാവശ്യവും എല്ലാ സീസണും കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞ്, ഭഗവാനെ എനിക്കൊന്ന് പോകാൻ പറ്റിയില്ലല്ലോ. അതിന്റെ പിറ്റേ ആഴ്ച എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്നാണൊക്കെ ഒരാൾ വിടുന്നുണ്ട്, നമുക്ക് പോകാൻ വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് ആണെന്ന് പറഞ്ഞ് അങ്ങനെ വളരെ അങ്ങേയറ്റം എനിക്ക് സന്തോഷവും സമാധാനമായി അയ്യപ്പനെ കാണാൻ പോകാൻ പറ്റിയതിന്. വരും നാളുകളിൽ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തി പദ്ധതി വിപുലീകരിക്കാനൊരുങ്ങുകയാണ് ട്രസ്റ്റ്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കിയിലേക്കുള്ള മലയോര ഹൈവേ നൽകുന്നത് മനോഹരമായ ദൃശ്യാനുഭവമാണ്. പാതയുടെ ഇരുവശത്തും നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളും കുന്നുകളും മലകളും പച്ചപ്പുമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഇടുക്കിയിലേക്കെത്തുന്ന സഞ്ചാരികൾക്കായി പ്രകൃതി ഒരുക്കിവച്ചിരിക്കുന്നത് കാഴ്ചകളുടെ കലവറയാണ്. വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പും മലയും കുന്നുമെല്ലാം ഇടുക്കിയെ മനോഹരിയാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് മലയോര ഹൈവേയിലൂടെയുള്ള യാത്രയും. കാഴ്ചകളാൽ സമ്പന്നമാണ് ഈ യാത്ര. കുട്ടിക്കാനത്ത് നിന്നാരംഭിക്കുന്ന മലയോര ഹൈവേയിൽ ഏലപ്പാറ, ചപ്പാത്ത് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന ആദ്യ 2 റീച്ചുകൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ദൃശ്യങ്ങൾക്കൊപ്പം പ്രകൃതിയൊരുക്കിയ മനോഹര കാഴ്ചകളുടെ കലവറയാണ് പാതയുടെ ഇരുവശങ്ങളും. കാഴ്ചക്കാർക്കായുള്ള പവലിയനും സെൽഫി പോയിന്റുമൊക്കെയുള്ളതിനാൽ മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷമാണ് സഞ്ചാരികൾ ഇവിടെ നിന്ന് മടങ്ങാറ്. கேரளாவுக்கு ஒரு 3 days ட்ரிப் வந்திருக்கோம். ஒர்க்கெல்லாம் முடிச்சுட்டு இப்போ ஸ்ட்ரைட்டாக இங்கே வரோம். இப்போது வேகமான் போகிறோம். நாங்கள் இங்கே இன்னும் நாங்கள் ஸ்டே பண்ணவே இல்லை. அதுக்குள்ளேயே நல்லா இருக்குது பார்க்குறதுக்கு. இன்னும் 2 நாளைக்கு நாங்கள் என்ன பார்க்க போகிறோன்னு எக்ஸைட்டடாக இருக்கோம். நல்லா இருக்கு. മലയോര ഹൈവേയുടെ ഭാഗമായി പാർക്കിംഗ് ഏരിയയും വിശ്രമ കേന്ദ്രങ്ങളും വഴിയോര ഇരിപ്പിടങ്ങളും പാതയോരത്ത് വിഭാവനം ചെയ്തിരുന്നു. കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയിലെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി മലയോര ഹൈവേയും മാറ്റാനാകുമെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 ഗുരുപൂജ പുരസ്കാരം ലഭിച്ച സന്തോഷത്തിലാണ് മുക്കത്തെ സ്വന്തം കലാകാരനായ മുക്കം സലീം. 40 വർഷത്തിലധികമായി കലാരംഗത്ത് നടത്തിയ കലാസമർപ്പണത്തിനുള്ള അംഗീകാരമായിട്ടാണ് 2024 കേരള സംഗീത നാടക അക്കാദമിയുടെ മൃദംഗ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. 12 വയസ്സ് മുതൽ പ്രൊഫഷണലായി സ്റ്റേജുകളിൽ എത്തിയ മുക്കം സലീമിന് മൃദംഗത്തിന് പുറമെ തബല, ഹാർമോണിയം എന്നീ സംഗീത ഉപകരണങ്ങളും വഴങ്ങും. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 ഗുരുപൂജ പുരസ്കാരം ജേതാവ് മുക്കം സലീം 40 വർഷത്തെ കലാജീവിതത്തിൽ ആയിരക്കണക്കിന് വേദികളിൽ തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. കലാമണ്ഡലം ഹൈദരലി, ഹരിപ്പാട് KPN പിള്ള, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, സംഗീത സംവിധായകൻ ശരത് തുടങ്ങിയ പ്രമുഖരുടെ കൂടെ നിരവധി കച്ചേരികളിൽ മൃദംഗം വായിച്ചിട്ടുണ്ട്. പാറശാല രവി, ഭാസ്കരദാസ് കോഴിക്കോട് എന്നിവരാണ് പ്രധാന ഗുരുക്കൾ. പുരസ്കാരം തന്റെ ജന്മനാടായ മുക്കത്തിനും കുടുംബത്തിനും ഗുരുക്കന്മാർക്കും സമർപ്പിക്കുകയാണെന്നും സലീം പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം 2024 മൃദംഗത്തിന് ഇപ്രാവശ്യം ലഭിക്കുകയുണ്ടായി. എന്തുകൊണ്ടും വളരെ സന്തോഷമുണ്ട്.
ഈ അവാർഡ് ഞാൻ എൻ്റെ നാടായ മുക്കത്തിനും അതുപോലെ എൻ്റെ ഫാമിലിക്കും സമർപ്പിക്കുകയാണ്. കൂടാതെ എൻ്റെ ഗുരുനാഥന്മാർക്കും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ഇത് ഞാൻ സമർപ്പിക്കുന്നു. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ നിന്നും മൃദംഗത്തിൽ ഗാനഭൂഷണം 1ാം ക്ലാസ്സോടെ വിജയിച്ച മുക്കം സലീം ഗവൺമെന്റ് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നും ഗാനപ്രവീണയിലും 1ാം ക്ലാസ്സോടെയാണ് വിജയിച്ചത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തബ്ലയിൽ നമസ്കരിച്ച് തുടങ്ങിയത്. നമ്മുടെ എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറഞ്ഞത് ദാമോദരനാശാനായിരുന്നു. 7ാം ക്ലാസ്സൊക്കെ എത്തിയപ്പം കുറേശ്ശെ തബല വായിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോഴാണ് ഞാൻ പാലക്കാട് ചെമ്പയിൽ പോയിട്ട് മൃദംഗം മെയിൻ ചെയ്ത് ഗാനഭൂഷണം പഠിക്കുന്നത്. പിന്നെ ഗാനപ്രവീണ സ്വാതിരുനാഥ് സംഗീത കോളേജ് തിരുവനന്തപുരം പോയി പഠിച്ചു. അത് തുടങ്ങി നിരവധി കേരളത്തിലുള്ള വിവിധം പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരുടെ കൂടെ കച്ചേരി ചെയ്യാൻ സാധിച്ചു. നിരവധി മലയാള ഗസൽ ആൽബങ്ങൾക്ക് സംഗീതം നൽകുകയും തബല വായിക്കുകയും ആൽബങ്ങളിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് മുക്കം സലീം. കൂടാതെ മധുചന്ദ്രലേഖ, മാധവീയം എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. നിരവധി കച്ചേരികൾക്ക് വായിക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് ഹാർമോണിയൊക്കെ വായിക്കാറുണ്ട്. പിന്നെ കുറച്ച് ഗസലുകളൊക്കെ കമ്പോസ് ചെയ്യും. കുറച്ച് ഗസല് പാടും. അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് തബല വായിക്കും. എല്ലാ പരിപാടി ഉണ്ട്. തബല വിട്ടിട്ടൊന്നുമില്ല. മൃദംഗത്തിന്റെ കൂടെ വല്ലപ്പോഴൊക്കെ തബലയും വായിക്കും. ഇങ്ങനെയൊക്കെ ഈ കല. പിന്നെ മുക്കത്ത് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്, ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ്. അവിടെ കുട്ടികളെ കൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. അവരുടെ കൂടെ ഞാനും വായിക്കും കൂടെ. അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മലപ്പുറം ജില്ലയിലെ ഒഴുകൂർ ക്രസന്റ് സ്കൂളിൽ നിന്നും സംഗീതാധ്യാപകനായി വിരമിച്ച മുക്കം സലീം ആകാശവാണി ഗ്രേഡഡ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്ന സംഗീത വിദ്യാലയം നടത്തിവരുന്നു. ന്യൂസ് 18 മുക്കം. കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന് കുപ്പിവെള്ള നിർമ്മാതാക്കളുടെ സംഘടനകൾ. ഇടതു വലതു മുന്നണി വ്യത്യാസമില്ലാതെ മാറിവരുന്ന സർക്കാരുകൾ കുത്തകകളെ സഹായിക്കുകയാണെന്നും നോക്കുകൂലിയും കുപ്പിവെള്ള വ്യവസായത്തെ തകർത്തതായും സംഘടന ആരോപിച്ചു. തദ്ദേശ കമ്പനികളുടെ 300 മില്ലി ലിറ്റർ കുപ്പിവെള്ള നിരോധനം പിൻവലിച്ചില്ലെങ്കിൽ മുഴുവൻ പ്ലാന്റുകളും അടച്ചിടുമെന്നും സംഘടനകൾ വ്യക്തമാക്കി. മറ്റു സംസ്ഥാനങ്ങൾ നിക്ഷേപകരെ ആകർഷിക്കാൻ മത്സരിക്കുമ്പോൾ കേരളത്തിൽ നിക്ഷേപകരെ ബുദ്ധിമുട്ടിക്കുകയാണെന്നാണ് കുപ്പിവെള്ള നിർമ്മാതാക്കളുടെ പരാതി. കുപ്പിവെള്ള വിപണിയുടെ 20% 300 മില്ലി ലിറ്റർ കുപ്പികളാണ്. അയൽ സംസ്ഥാനങ്ങളിൽ ഈ വിഭാഗത്തിന് നിരോധനമില്ല. സംസ്ഥാനത്ത് ആഗോള കമ്പനികളുടെ 300 മില്ലി ലിറ്റർ കുപ്പിവെള്ളം വിൽക്കുന്നതിനും തടസ്സമില്ല. ഇത് ആസൂത്രിതമാണെന്ന് കേരള പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷനും കേരള ബോട്ടിൽ വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷനും ആരോപിച്ചു. പ്ലാസ്റ്റിക് കുപ്പികളുടെ റീസൈക്ലിംഗ് പ്ലാന്റുകൾ തുടങ്ങാൻ സംസ്ഥാനത്ത് സൗകര്യമില്ലെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ യൂണിറ്റുകൾ തുടങ്ങാൻ സംരംഭകർ മുന്നോട്ട് വന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി ലഭിക്കുന്നില്ലെന്ന് ഇവർ കുറ്റപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ പയ്യന്നൂരിൽ മില്ലറ്റ് കഫേ നാളെ മുതൽ പ്രവർത്തനം തുടങ്ങും. എല്ലാ ജില്ലകളിലും ചെറുധാന്യ ഭക്ഷണശാല തുടങ്ങാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് കഫേ സ്ഥാപിക്കുന്നത്. മില്ലറ്റും മില്ലറ്റ് വിഭവങ്ങളും കഫേയിൽ ലഭിക്കും. ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. നിയമസഭയിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന യുവ MLA-മാർ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒന്നിച്ചു. പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സൗഹൃദ ക്രിക്കറ്റ് മത്സരത്തിലാണ് MLA-മാരുടെ സംഘം ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. മയക്കുമരുന്നിനെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി കൂടിയായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. നമ്മുടെ ഈ മത്സരം ഉദ്ഘാടനം ചെയ്യുകയാണ്. വീണ്ടും കേസരി SL ശ്യാം സ്മാരക ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ മുന്നോടിയായിട്ടായിരുന്നു MLA 11-ഉം മീഡിയ 11-ഉം ഏറ്റുമുട്ടിയത്. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ കൂടി ഭാഗമായിട്ടുള്ള മത്സരം നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിന്റെ ഭാഗമായാണ് സേ നോ ടു ഡ്രഗ്സ്. കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഡ്രഗ്സ് അബ്യൂസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ലഹരിയാവാം കളിക്കളങ്ങളോട് എന്ന ക്യാമ്പയിൻ മുന്നോട്ട് വെച്ചുകൊണ്ട് KUWJ ഇത്തരമൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അതിന് KUWJ അഭിനന്ദിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത MLA 11 10 ഓവറിൽ 109 റൺസ് നേടി. തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്ത M. വിജിൻ MLA 60 റൺസ് അടിച്ചു. ഉജ്ജ്വലമായ ഷോട്ടാണ് 6. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരുന്നു ബൌളിംഗ് കരുത്ത്.
എം വിജിൻ MLAയുടെ തകർപ്പൻ ക്യാച്ചും കയ്യടി നേടി. 3 പന്ത് ബാക്കി നിൽക്കെ മീഡിയ 11 വിജയിച്ചു. പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയായിരുന്നു സംഘാടകർ. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴ കളക്ടറേറ്റിൽ ഐത്താചരണം നടക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജീവനക്കാരന്റെ ഭാര്യ. കളക്ടറേറ്റ് കൺട്രോൾ റൂമിൽ വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന പട്ടികജാതി വിഭാഗക്കാരായ 2 ജീവനക്കാരോട് കഴിഞ്ഞ ജനുവരി മുതൽ പാർട്ട് ടൈം സ്വീപ്പർമാരോടൊപ്പം ഒപ്പ് രേഖപ്പെടുത്തിയാൽ മതിയെന്ന് ഹുസൂർ ശിരസ്തദാർ നിർദ്ദേശിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ ആലപ്പുഴ സബ് കളക്ടർ അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിൽ കൺട്രോൾ റൂമിൽ 2007 മുതൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന ടി രഞ്ജിത്തിന്റെ ഭാര്യയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഡിസംബർ വരെ രഞ്ജിത്തും ഒപ്പം ചൌക്കിദാർ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ആളും ഒപ്പിട്ടിരുന്നത് അതേ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന മറ്റ് ജീവനക്കാർ ഒപ്പിട്ടിരുന്ന ഹാജർ പുസ്തകത്തിലായിരുന്നുവെന്നാണ് പരാതി. പിന്നീട് ഇത് മാറ്റപ്പെട്ടെന്നും പരാതിക്കാരി വ്യക്തമാക്കുന്നു. പ്രവർത്തന മികവിന് 3 തവണ ഗുഡ് സർവീസ് എൻട്രി അടക്കം നേടിയ ആളാണ് രഞ്ജിത്ത്. ഇതിൻ്റെതാണ് ഹാജർ പുസ്തകം. ഇതാണ് 2025 സാർജന്റ് ചൌക്കിദാർ PTS. ഇതെല്ലാം PTSന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ആ രജിസ്റ്റർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ആ രജിസ്റ്റർ തന്നെയാണ് എഴുതിയേക്കുന്നത്. എൻ്റെ പേര് എഴുതിയേക്കുന്നത് രഞ്ജിത്ത് ടി ചൌക്കിദാർ രഘുനാഥൻ ചൌക്കിദാർ 2 പേരുടെ പേര് എഴുതിയിരിക്കുകയാണ്. എൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് സജീവ് സർജൻ്റാണ്. എന്തിനാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എനിക്കറിയില്ല. പുതിയ ശിരസ്ദാർ വന്നപ്പോൾ പാർട്ട് ടൈം സ്വീപ്പർമാരുടെ രജിസ്റ്ററിൽ ഒപ്പിടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് ഏത് വ്യവസ്ഥ പ്രകാരമാണെന്ന് ചോദ്യം ചെയ്തപ്പോൾ തന്റെ ഭർത്താവിനും പട്ടികജാതി വിഭാഗക്കാരനായ ചൌക്കിദാറിനും ഒപ്പിടാൻ പ്രത്യേകം ഹാജർ പുസ്തകം നൽകുകയായിരുന്നുവെന്നും ജീവനക്കാരന്റെ ഭാര്യ പറയുന്നു. പരാതിയെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് ജില്ലാ കളക്ടറും സ്ഥിരീകരിച്ചു. ഈ കാലയളവിൽ ഇടയിൽ ഇത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണിത്. കാരണം PTSൻ്റെ കൂടെ ജോലി ചെയ്യുക എന്നുള്ളതല്ല, ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ് സെക്ഷൻ ബേസിലാണ് കൃത്യമായിട്ട് അറ്റൻഡൻസ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ സൂക്ഷിക്കേണ്ടതിന് പകരം എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തൂക്കാനെത്തുന്ന സ്ത്രീകളുടെ അമ്മമാരുടെ, എൻ്റെ അമ്മയുടെ പ്രായമൊക്കെ ഉള്ളവരാണ്. 70-60 വയസ്സിന് മുകളിലുള്ളവരാണ്. സംഭവത്തിൽ സംസ്ഥാന പട്ടികജാതി കമ്മീഷനും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതിക്കാരുടെയും ഹുസൂർ ശിരസ്ദാറിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും മൊഴിയെടുത്ത സീക്രട്ട് സെക്ഷനിലെ ഉദ്യോഗസ്ഥൻ ആരോപണ വിധേയനായ ഹുസൂർ ശിരസ്ദാറിന്റെ കീഴിൽ ജീവനക്കാരനാണെന്നതിനാൽ അന്വേഷണം നീതിപൂർവമാകില്ലെന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.